ഇപ്പോൾ DME റിപ്പോർട്ട് നൽകി ഉപകരണം കണ്ടെത്തിയെന്ന് സർക്കാരിന് അറിയിച്ചുകൊണ്ടും പിന്നെ അന്വേഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടും എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അവർക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്നെ സംരക്ഷിക്കട്ടെ. എന്നെ വിശ്വാസം ഇല്ല, എന്നെ പറ്റിൽ ആരോപണം ഉണ്ടെങ്കിൽ എന്നെ അന്വേഷിക്കട്ടെ. ഞാനൊരു തുറന്ന പുസ്തകമാണ്, എനിക്ക് അതിനകത്ത് ഭയമില്ല. അനുകൂലം ആയിരിക്കും. അതിനകത്ത് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് രണ്ട് കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. അത് ഉപകരണം എന്തുകൊണ്ടാണ് ഉണ്ടായിട്ടും ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അത് ഉപകരണം എൻ്റേതല്ല. അത് ഞാൻ നേരത്തെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ്. അത് ഡോക്ടർ സാജുവിൻ്റെ മൊഴിയുമുണ്ട് അതിനകത്ത്. അതൊന്നും നമുക്കതൊന്നുമില്ല. അപ്പോൾ അത് അവിടെ അത് ഉപകരണം ആ സാധനം അദ്ദേഹത്തിൻ്റെതാണ് അതിൻ്റെ ആ വിശദീകരണം എനിക്ക് എഴുതി കൊടുത്താൽ അത് തീർന്നു. പിന്നെ ചട്ടലംഘനമുണ്ട്, അത് ഞാനൊരു അത് വളരെ സമ്മർദ്ദമായതിൻ്റെ പേരിൽ പെട്ടെന്ന് ചെയ്തു പോയൊരു ഇതായിപ്പോയി. അത് ഞാൻ അപ്പോളജി ചോദിച്ചുകൊണ്ട് ഒരു ലെറ്റർ, അത്രയേ ഉള്ളൂ. അതിനത്രേ കൊടുക്കാനുള്ളൂ. സാർ ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട ജനങ്ങളുടെ ഒരു പ്രശ്നമാണ്. പക്ഷെ അത് പിന്നീട് സാറിന്റെ ഒരു ക്രെഡിബിലിറ്റി തകർക്കുന്ന രീതിയിലേക്ക് ഉപകരണം കാണാനില്ല എന്ന വിഷയത്തിലേക്ക് ചുരുക്കി കൊണ്ടുവന്നത് ആരാണ്? ഇല്ല, അങ്ങനെ ക്രെഡിബിലിറ്റി ഒന്നും പോയിട്ടൊന്നുമില്ല. അതിനകത്ത് പിന്നെ ചില അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണകൾ വരാമല്ലോ. നമ്മളിപ്പോൾ ആർഗ്യുമെൻ്റ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻ്റ് വരും. പക്ഷേ അവസാനം കാര്യങ്ങളെല്ലാം പരിഹരിച്ചാൽ മതി. എനിക്ക് എൻ്റെ ക്രെഡിബിലിറ്റി പോയാലും ഞാനിപ്പം ഇല്ലാതായപ്പോലും എനിക്ക് വിഷയമുള്ള കാര്യമില്ല. കാരണം നമ്മൾ അങ്ങനല്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചിരുന്നു, അത് നമ്മൾ പറഞ്ഞു, അതെല്ലാം ചെയ്തും തന്നു. അതോടുകൂടി പരിഹരിച്ചു. ആ പ്രശ്നങ്ങളൊക്കെ ഭൂരിപക്ഷവും പരിഹരിച്ചു. ഇനി അത് ഉടനെ തന്നെ ബാക്കി പരിഹരിക്കാമെന്ന് പ്രിൻസിപ്പലും സൂപ്രണ്ടും പിന്നെ അവരെല്ലാം അവരെക്കാൾ ഉയർന്ന ഭരണതലത്തിലുള്ളവർ തന്നെ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും CMൻ്റെ ഓഫീസിൽ നിന്നും ഒക്കെ നമുക്ക് അറിയിപ്പ് കിട്ടിയതാണ്. അവർ വളരെ കാര്യമായിട്ട് പറഞ്ഞതാണ്, ഡോക്ടറൊന്നും വിഷമിക്കേണ്ട, ഡോക്ടർ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ സീരിയസ് ആണ്, ഞങ്ങൾക്ക് മനസ്സിലായി. അത് പിന്നെ എവിടെയാണ് അതിൻ്റെ അനാസ്ഥ വന്നതെന്ന് ഞങ്ങൾ പരിശോധിക്കും. നമ്മളത് കാര്യമായിട്ട് പരിശോധിച്ചത് പൂർണ്ണമായിട്ടും നന്നാക്കിയെടുക്കാം എന്നുള്ള ഉറപ്പിലാണ്. സഹകരിച്ചു പോകുന്ന ഒരാൾ പക്ഷേ മുറി പരിശോധിക്കുമ്പോൾ പറഞ്ഞത് അത് മര്യാദകേടായി പോയി. താങ്കളുടെ സാന്നിധ്യം ആവശ്യമുണ്ടായിരുന്നു. ഈ സാറിന്റെ സാന്നിധ്യം ഇല്ലാതെ പിന്നീട് താക്കോലിട്ട് കൂട്ടിയ ഒരു പരിശോധനയൊക്കെ എന്തിനായിരുന്നു? അത് എന്താണ് സാറിന് അതറിയിച്ചിരുന്നില്ല. അത് ഞാൻ സുഖമില്ലാതെ കിടക്കുകയാണെന്നുള്ളത് ഞാൻ പ്രിൻസിപ്പലിനെ അറിയിച്ചിട്ടും പ്രിൻസിപ്പൽ അങ്ങനെ എന്നെ അറിയിച്ചില്ല എന്ന് വെച്ചാൽ ഞാനന്ന് ഫോൺ എടുത്തിരുന്നില്ല. അതാണ്, ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കാൻ ഞാൻ സൈക്യാട്രിയിലാണ് അഡ്മിറ്റ് ആയത്. അപ്പോൾ സൈക്യാട്രി ഡോക്ടർ തന്നെ പറഞ്ഞു, ഒന്നും ആലോചിക്കണ്ട, നമ്മൾ സമാധാനമായിട്ട് കിടക്കുക, ഫോണ് ഇതെല്ലാം ഓഫ് വിസിറ്റേഴ്സ് വേണ്ട. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ഞാനും വൈഫും മാത്രമേ ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒരാളിനെയും അവരകത്തൊക്കെ പെർമിറ്റ് ചെയ്യുകയൊന്നും ചെയ്യില്ല. മിനിസ്റ്റർ വന്നപ്പോൾ തന്നെ എന്നോട് നേരത്തെ പെർമിഷൻ ചോദിച്ച് സൈക്യാട്രി ഡോക്ടറോടും പെർമിഷൻ ചോദിച്ചിട്ടാണ് മാഡം വന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.